രാധേ, BC 2700-ൽ 130 മീറ്ററിലധികം ഉയരമുള്ള പിരമിഡുകൾ നിർമ്മിച്ചത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? 70,000 കിലോ ഭാരമുള്ള കല്ലുകൾ എങ്ങനെയാണ് അവർ അത്രയും ഉയരത്തിലെത്തിച്ചത്? ശരിയാണ് രാജു, അത്രയും ഭാരം ഉയർത്താനുള്ള യന്ത്രങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. അതിനു വേണ്ടിയാണ് ലഘുയന്ത്രങ്ങൾ, സിംപിൾ മെഷീൻസ് ഉപയോഗിച്ചത്. ഓ, ലോറിയിലേക്ക് ഭാരം കയറ്റാൻ ചരിവുതലം ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഗോവണി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാമ്പുകൾ ഉപയോഗിക്കുന്നതും അതുകൊണ്ടല്ലേ? അതെ, ചരിവുതലങ്ങൾ ഉപയോഗിക്കുന്നത് അധ്വാനം കുറയ്ക്കാൻ, എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ലഘുയന്ത്രങ്ങൾ, സിംപിൾ മെഷീൻസ്. ഈ ചിത്രങ്ങളിലെ ക്യാൻ തുറക്കുന്നതും നഖം മുറിക്കുന്നതും ഉപകരണങ്ങളെല്ലാം ലഘുയന്ത്രങ്ങളാണോ? അതെ, അധ്വാനം എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ലഘുയന്ത്രങ്ങളെന്ന് പറയുന്നത്. അവ എങ്ങനെയാണ് ജോലി എളുപ്പമാക്കുന്നത്? 2 പ്രധാന വഴികളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ ഫലത്തിന്റെ അളവിൽ മാറ്റം വരുത്താൻ കഴിയും. ഉദാഹരണത്തിന്, നെയിൽ പുള്ളർ ഉപയോഗിച്ച് ആണി എളുപ്പത്തിൽ ഇളക്കുമ്പോൾ നൽകുന്ന ബലത്തിന്റെ ദിശ മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന്, കപ്പി ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ. എത്ര തരം ലഘുയന്ത്രങ്ങളുണ്ട്? ലഘുയന്ത്രങ്ങൾ പ്രധാനമായും 6 തരമുണ്ട്. ഉത്തോലകം, ലെവർ, കപ്പി, പുള്ളി, അച്ചും ചക്രവും, വീൽ ആൻഡ് ആക്സൽ, ചരിവുതലം, ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ക്രൂ, ആപ്പ്, വെഡ്ജ്. യത്നം, രോധം, യാന്ത്രിക ലാഭം. രാധ, ഒരു ലഘുയന്ത്രത്തിലേക്ക് നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെയാണ് യത്നം, എഫേർട്ട്, എന്നു പറയുന്നത്. അപ്പോൾ ആ യന്ത്രം നേരിടുന്ന ബലം രോധമായിരിക്കും, അല്ലേ? നാരങ്ങ ഞെക്കിയിൽ നാം കൊടുക്കുന്ന ബലം യത്നവും നാരങ്ങ തിരികെ കൊടുക്കുന്ന ബലം രോധവുമാണ്. ശരിയാണ്. യാന്ത്രിക ലാഭം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, MA എന്നത് രോധവും എല്ലും യത്നവും യും തമ്മിലുള്ള അനുപാതമാണ്. MA ഈക്വൽസ് രോധം L ബൈ യത്നം E. പാരക്കോൽ ഉപയോഗിച്ച് 400 ന്യൂട്ടൺ ഭാരം 100 ന്യൂട്ടൺ ബലം കൊണ്ട് ഉയർത്തിയാൽ യാന്ത്രിക ലാഭം 4 ആയിരിക്കും. അതെ, യാന്ത്രിക ലാഭത്തിന് യൂണിറ്റില്ല, അതൊരു അനുപാതസംഖ്യ മാത്രമാണ്. ഉത്തോലകം, ലെവർ. ആർക്കിമിഡീസ് പറഞ്ഞത്, എനിക്ക് നീളമുള്ളൊരു ദണ്ടും ചവിട്ടി നിൽക്കാനൊരു സ്ഥലവും തന്നാൽ ഞാൻ ഭൂമിയെ നീക്കിത്തരാമെന്ന് ഉത്തോലകത്തെക്കുറിച്ചാണല്ലോ. അതെ, ഒരു സ്ഥിരബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ദൃഢദണ്ഡാണ് ഉത്തോലകം. ആ സ്ഥിരബിന്ദുവിനെയാണ് ധാരം, ഫൽക്രം, F എന്ന് വിളിക്കുന്നത്. രോധം L മുതൽ ധാരം F വരെയുള്ള ദൂരത്തെ രോധഭുജം, ലോഡ് ആം, LA എന്നും യത്നം E മുതൽ ധാരം F വരെയുള്ള ദൂരത്തെ യത്നഭുജം, എഫേർട്ട് ആം, EA എന്നും വിളിക്കും. ഉത്തോലകം തുലനനിലയിലായിരിക്കുമ്പോൾ ഇതാണ് ഉത്തോലക തത്വം. രോധം ഇൻറ്റു രോധഭുജം ഈക്വൽസ് യത്നം ഇൻറ്റു യത്നഭുജം. അപ്പോൾ ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം MA കണ്ടെത്താൻ ഇങ്ങനെയും പറയാം: MA ഈക്വൽസ് യത്നഭുജം EA ബൈ രോധഭുജം LA. ഉത്തോലകങ്ങളെ ധാരം, രോധം, യത്നം എന്നിവയുടെ സ്ഥാനമനുസരിച്ച് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 1ാം വർഗ ഉത്തോലകം, ഫസ്റ്റ് ഓർഡർ ലെവർ. ധാരം F രോധത്തിനും Lനും യത്നത്തിനും Eനും ഇടയിൽ വരുന്നത്. ഉദാഹരണം, സാധാരണ ത്രാസ്, കത്രിക, സീസോ. യാന്ത്രിക ലാഭം 1 1 കുറവോ 1 കൂടുതലോ ആകാം. ത്രാസിൽ MA ഈക്വൽസ് 1 യത്നഭുജവും രോധഭുജവും തുല്യം. 2ാം വർഗ ഉത്തോലകം, സെക്കൻഡ് ഓർഡർ ലെവർ. രോധം L ആണ് ധാരത്തിനും യത്നത്തിനും Eനും ഇടയിൽ വരുന്നത്. യാന്ത്രിക ലാഭം എപ്പോഴും 1 കൂടുതലായിരിക്കും. ഇവിടെ യത്നഭുജം EA എപ്പോഴും രോധഭുജത്തേക്കാൾ കൂടുതലായിരിക്കും. 3ാം വർഗ ഉത്തോലകം, തേർഡ് ഓർഡർ ലെവർ. യത്നം E ആണ് രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നത്. ഉദാഹരണം, നാരങ്ങാഞ്ഞെക്കി, ചൂണ്ട, ഫോർസെപ്സ്. യാന്ത്രിക ലാഭം എപ്പോഴും 1 കുറവായിരിക്കും. ഇതിന്റെ പ്രധാന പ്രയോജനം വസ്തുക്കളെ സൗകര്യപ്രദവും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു എന്നതാണ്. കപ്പി, പുള്ളി. ഉറപ്പിച്ച കപ്പി, ചലിക്കുന്ന കപ്പി എന്നിങ്ങനെ 2 വിധമുണ്ട്. രാധ, ഉറപ്പിച്ച കപ്പി 1ാം വർഗ ഉത്തോലകത്തിന് സമാനമാണ്. ഇതിൽ രോധഭുജവും യത്നഭുജവും തുല്യമായതുകൊണ്ട് യാന്ത്രിക ലാഭം 1 ആണ്. ഇതിന്റെ പ്രധാന മേന്മ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശ മാറ്റാൻ കഴിയുമെന്നതാണ്. ചലിക്കുന്ന കപ്പി 2ാം വർഗ ഉത്തോലകം പോലെയാണ്. ഇതിൽ യാന്ത്രിക ലാഭം 2 ആയിരിക്കും. അതുകൊണ്ട് ചലിക്കുന്ന ഒറ്റക്കപ്പി ഉപയോഗിക്കുമ്പോൾ യത്നം രോധത്തിന്റെ പകുതി മതി. പക്ഷേ പ്രവൃത്തിയുടെ കാര്യത്തിൽ ലാഭമില്ല. യത്നം പകുതിയാക്കുമ്പോൾ സ്ഥാനാന്തരം ഇരട്ടിയാകുന്നു. 2 മീറ്റർ വലിച്ചാൽ ഭാരം 1 മീറ്റർ ഉയരും. അച്ചും ചക്രവും, വീൽ ആൻഡ് ആക്സൽ. അച്ചും ചക്രവും ഉപയോഗിച്ചും യാന്ത്രിക ലാഭം ഉണ്ടാക്കാൻ കഴിയും. അതെ, ഇതിന്റെ യാന്ത്രിക ലാഭം കണക്കാക്കുന്നത് ഇങ്ങനെയാണ്: MA ഈക്വൽസ് ചക്രത്തിന്റെ ആരം R ബൈ അച്ചിന്റെ ആരം R. ചക്രത്തിന്റെ ആരം കൂടുന്നതനുസരിച്ച് യാന്ത്രിക ലാഭം വർദ്ധിക്കും. ഗിയർ. സൈക്കിളിലും വാഹനങ്ങളിലും ഗിയറുകൾ ഉപയോഗിക്കുന്നതെന്തിനാണ്?
ഗിയറുകൾ യന്ത്രഭാഗങ്ങൾ തമ്മിൽ ചലനമോ ബലമോ കൈമാറ്റം ചെയ്യാൻ സഹായിക്കും. വേഗം കൂട്ടാൻ എഞ്ചിനുമായി ബന്ധിപ്പിച്ച ചെറിയ പൽചക്രത്തിൽ നിന്ന് മറ്റൊരു ചെറിയ പൽചക്രത്തിലേക്ക് ചലനം കൈമാറ്റം ചെയ്യും. കയറ്റം കയറാൻ എഞ്ചിനുമായി ബന്ധിപ്പിച്ച ചെറിയ പൽചക്രത്തെ വലിയ പൽചക്രവുമായി ബന്ധിപ്പിക്കും. അപ്പോൾ വേഗം കുറയുമെങ്കിലും കറങ്ങാനുള്ള ശേഷി ടോർക്ക് കൂടും.